സ്ഥലത്തൂടെയാണ് പോകുന്നത്. കുറെ ദൂരം സഞ്ചരിച്ചിട്ട് കാട്ടിനുള്ളിൽ കൂടെയൊക്കെ പോവാ, റോട്ടിൽ കൂടെ അല്ല പോവാ. അപ്പം ഡിഫൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഭീകരന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്നവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് നിങ്ങളെ പോലെ 50-60 ആളല്ല മൂവ് ചെയ്യാം. അപ്പൊ മൊത്തം സെക്യൂരിറ്റി കൊടുത്ത് കുറെ സ്ഥലം നമുക്ക് റെസ്റ്റ് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിക്കാം. ചിലപ്പോൾ 150 കിലോമീറ്റർ ഒക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ക്യാമ്പ് ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഹാർബറിംഗ്. ഒരിക്കലും നമ്മൾ വന്ന വഴിയിൽ തിരിച്ചു പോകില്ല, നമ്മളെ കാത്തിട്ടുണ്ടാവും ആൾക്കാർ. അതുകൊണ്ട് വന്ന വഴി ഒഴിവാക്കിയിട്ട് പോകും. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരെയും മാപ്പ് റീഡിങ് പഠിപ്പിക്കും. വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് മാപ്പ് റീഡിങ്. സൈന്യത്തിൽ അതുകൊണ്ട് ഞാൻ അതിന്റെ കോഴ്സ്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ മാർച്ച് ചെയ്തു. ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ വലിയൊരു സേനാ വ്യൂഹത്തെ പതിയിൽ നിന്ന് ആക്രമിക്കുന്നതിന് ആംബുഷ് എന്ന് പറയും. എന്താ പറയാ, ആംബുഷ്. ഈ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളായിരുന്നെങ്കിൽ ഞാൻ കുറേയും കൂടി പ്രിപ്പയർ ചെയ്ത് വന്ന് നല്ല ക്ലാസ് എടുത്ത് തരായിരുന്നു. എന്റെ ആവശ്യമില്ല, ആദ്യം സെലക്ഷൻ മേടിക്കാൻ നോക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ കുറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തിന് ഹാർബറിംഗ് എന്ന് പറയും. ആംബുഷ് എന്താണെന്ന് മനസ്സിലായി. അതായത് ആംബുഷ് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സേനാ വ്യൂഹം കൊണ്ട്, ചെറിയൊരു സ്ട്രെങ്ത് കൊണ്ട് വലിയൊരു സേനാ വ്യൂഹത്തെ പതിയിൽ നിന്ന് ആക്രമിക്കുന്ന രീതിക്കാണ് ആംബുഷ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ചാടി വീഴുക, അവരാകെ അന്തപ്പെട്ടു, അവർക്കൊരു ഇൻഫർമേഷൻ ഇല്ല, അപ്രതീക്ഷിതമായി. കാമോഫ്ലാഷ് മനസ്സിലായി, ആംബുഷ് മനസ്സിലായി. പിന്നെ ഇതിന്റെ വേറൊരു വേർഷനാണ് ട്രക്കിംഗ്. ഇത് ട്രക്കിംഗ് ആയിട്ട് നമുക്ക് നടത്താം. അപ്പോ റോഡ് വാക്ക് റണ്ണ് വേറെയാണ്, മാർച്ചിങ് വേറെയാണ്, റൂട്ട് മാർച്ച് വേറെയാണ്, ട്രക്കിംഗ് വേറെയാണ്. ഇനി വേറൊരു മാർച്ചുണ്ട്, ഫ്ലാഗ് മാർച്ച്. അതെപ്പോഴാണ്? കറക്റ്റ് 144 പ്രഖ്യാപിക്കുമ്പോൾ സൈന്യം ഇറങ്ങും അല്ലെ. 144 പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ ഫോഴ്സ് ഇറങ്ങും. ഇനി പട്ടാളം കറക്റ്റ് ഇറങ്ങണേ കർഫ്യൂ അല്ലെ. കാശ്മീരിലൊക്കെ കാണുന്നില്ലേ കർഫ്യൂ. അങ്ങനെ പല എന്താണ് ട്രക്കിങ്ങും മാർച്ചിങ്ങും വ്യത്യാസം? ട്രക്കിങ്ങില് നമുക്ക് പിന്നെ ദുർഘടം പിടിച്ച വഴിയിലൂടെ, മനസ്സിലായ, ദുർഘടം പിടിച്ച വഴിയിലൂടെ നടക്കാൻ പറ്റുന്ന സ്ഥലത്തൂടെ, ഒറ്റയടിപ്പാതയിലൂടെ, കാനനപ്പാതയിലൂടെ, ഇങ്ങനെ കാട്ടിന്റെ ഉള്ളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നതാണ് ട്രക്കിംഗ്. അത് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതാണ് ട്രക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ബാക്ക് പാക്ക് ഒക്കെ വേണം. എപ്പോഴും പറയാറില്ലേ എല്ലാവർക്കും ബാക്ക് പാക്ക് വേണമെന്ന്. ഇപ്പോഴും നമുക്കൊരു തോന്നലൊന്നുമില്ല, ലേശം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അല്ലെ. ഇനി 10 കിലോമീറ്റർ പോകുമ്പോഴോ വെള്ളം നിർബന്ധമായിട്ടും വേണ്ടി വരും. അതുകൊണ്ടാണ് ബാക്ക് പാക്കിന്റെ ഇമ്പോർട്ടൻസ് സേനയില്. അതായത് അങ്ങ് മലയുടെ മേലെയാണ് കുരിശമല എന്ന് പറയും.